ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് റായി കുറുക്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. 4 മണിക്കൊക്കെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാതെ നമുക്ക് നോക്കിയാലോ? അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കിയാലോ? അപ്പം 3 വിസിലടിച്ചിട്ടുള്ള മമ്പയർ, രാഗി, ശർക്കര, പിന്നെ നാളികേരം കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം ഞാൻ ഇവിടെ രായിയാണ് എടുത്തിട്ടുള്ളത്. രായി പൊടിയല്ല, അത് നന്നായി 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അരിച്ചെടുത്തതാണ്. പിന്നെ മമ്പയർ ഒരു 3 വിസിൽ വരുന്നവരെ അടിച്ച് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള രായി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ചൊരു 1.5 ഗ്ലാസ് വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കണം, കാരണം രായി നന്നായി വേവാൻ. ഒരു നുള്ളു ഉപ്പിട്ടതിന് ശേഷം നന്നായി സ്ലിമ്മിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അത് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. ആ സമയത്ത് നമുക്ക് ശർക്കര, ഒരു 3 അല്ലി ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായി കുറുകി വരുന്നവരെ ചെറിയ തീയിൽ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ രായി മമ്പയർ ഏകദേശം ഈ ഒരു പരുവത്തിലാവണ വരെ കുടിക്കിയതിന് ശേഷം നമുക്ക് ഒരു 3 അല്ലി ഏലക്കായും നാളികേരം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ചെറു തീയിൽ ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്താൽ നമ്മളെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 4 മണി ചായക്കൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ ഏകദേശം ഇഷ്ടമാവും, കാരണം ഇതിൽ മധുരം ഉണ്ടായതുകൊണ്ട്. പിന്നെ ഹെൽത്തിന് നല്ല സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന കാണുന്നവരെ ബായ്.